വിജിൻ, ഈ ജോർജ് കുര്യൻ എന്ത് ന്യായീകരണമാണ് ഉയർത്തുന്നത്? ടി ആണ് കേസെടുത്തത് എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ജോർജ് കുര്യൻ ഈ മാധ്യമങ്ങൾ ജോർജ് കുര്യനെ കണ്ടത് മുതൽ ജോർജ് കുര്യൻ്റെ ശരീരഭാഷയിൽ തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ എന്ത് മറുപടി പറയും എന്നുള്ളൊരവസ്ഥയിൽ തന്നെയായിരുന്നു. പല വാദങ്ങളാണ് ജോർജ് കുര്യൻ നിരത്തുന്നത്. വിചിത്രമായതാണ് പലതും. മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തി, ഓരോ മാധ്യമങ്ങളെയും ഏത് മാധ്യമമാണ് എന്നൊക്കെ ചോദിച്ച് മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് BJP നേതാക്കളും അതുപോലെ തന്നെ BJP അനുകൂലമായി പ്രവർത്തിക്കുന്ന ആളുകളും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. ഏത് ചാനലാണ് എന്ന് ചോദിച്ച് അവർക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം മറുപടി പറയുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയായിരുന്നു ജോർജ് കുര്യൻ്റെയും ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്. വളരെ വിചിത്രമായ വാദങ്ങൾ, അതായത് TT ആണ് കേസെടുത്തത്, അതിൽ BJP സർക്കാരിന് ബന്ധമില്ല എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. ഒപ്പം തന്നെ ഈ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അത് സ്വാഭാവികമായും പ്രോസിക്യൂഷനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരാണ് ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ന്യായമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇക്കാര്യത്തിൽ കേരളത്തിൽ പ്രധാനമായും പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കോൺഗ്രസിൻ്റെ ഛത്തീസ്ഗഡിലെ ഒരു MPമാരും ഇക്കാര്യത്തിൽ ശബ്ദമുയർത്തിയില്ല പാർലമെന്റിൽ എന്നുള്ളതാണ്. അതിനർത്ഥം ഇങ്ങനെയൊരു ഈ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം പലയിടത്തും നടക്കുന്നുണ്ട്. അത് മുഖ്യധാര ഈ മതസംഘടനകളല്ല, മതവിഭാഗങ്ങളല്ല, മറിച്ച് ഈ അടുത്ത് വന്ന ന്യൂജൻ മതവിഭാഗങ്ങൾ, സഭകൾ ആണ് ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് അഴകുഴഞ്ചൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് ജോർജ് കുര്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇന്നുണ്ടായത്. അതിനർത്ഥം സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ജോർജ് കുര്യനോ അതുപോലെ തന്നെ സുരേഷ് ഗോപിയോ, രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരാരും ഈ ഛത്തീസ്ഗഡിലേക്ക് സന്ദർശിക്കാൻ എത്തിയില്ലല്ലോ എന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ മറ്റേതൊക്കെയോ തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് നിലവിൽ ജോർജ് കുര്യൻ ചെയ്യുന്നത്. ജിംസ്.